കാശ്മീരിലെ മിലിറ്ററി സർവീസിലായിരിക്കുമ്പോൾ ലേയിലൂടെ പോകും, പട്ടാൾ ട്രിപ്പിൽ പോകുമ്പോൾ പ്രതാപൂരിൽ നിന്ന് ലേയിലോട്ട് പോകും. മരണകരമായ അപകടത്തിലേക്ക് പോയത് ആ കാര്യം ഒന്ന് പറഞ്ഞു. സപ്ലൈയുടെ വണ്ടിയിൽ റേഷൻ ഞങ്ങൾ എടുക്കാനായിട്ട് പോയത്. അന്നേരം ഗ്രിഫിന്റെ ഒരു വണ്ടി മേടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപൂരിൽ നിന്ന് ലേ വരെ അടി 17,800 അടി ഉയർച്ചയാണ്. ലേയിലോട്ട് പോകാൻ നേരം സപ്ലൈ അവിടെ ആണ്. പ്രതാപൂരിൽ നിന്ന് ലേ പോണം, സപ്ലൈ കോറി പോയി കഴിഞ്ഞപ്പം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മേളിൽ നിന്നൊരു വണ്ടി, വീതി കുറവാ, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല, ഭയങ്കര വളവാണ്, കൊക്കയാണ്. കൊക്ക പറഞ്ഞല്ലോ 17,800 അടി ഉയർച്ചയാണ്. ഡ്രൈവർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മേളിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വന്ന ബ്രേക്ക് കൊടുത്തതാ. ഞങ്ങളുടെ വണ്ടി 7-8 പേരുണ്ടായിരുന്നു, ഞങ്ങൾ ഡ്രൈവറും. ഞങ്ങള് അതിനകത്ത് സീറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ ഇതനുസരിച്ച് ബ്രേക്ക് അടിച്ചതുമല്ല, വണ്ടി മറിഞ്ഞു കൊക്കയിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കയുടെ സൈഡില്, മലയുടെ സൈഡിൽ ഒരു കല്ലുണ്ടായത് ദൈവം കൊണ്ട് വെച്ചതാണ്. ആ കല്ലെ തട്ടി വണ്ടി അവിടെ അങ്ങ് മറിഞ്ഞു ഒരു സൈഡിലോട്ട്. മറിഞ്ഞു കഴിഞ്ഞപ്പോ ആ കല്ല് കാണുമ്പോൾ ഞങ്ങൾ മരിച്ചില്ല. അല്ലാതെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കത്ത് പോലും ഇല്ല. കാരണം അതാ 17,800 അടി ഉയർച്ച. അവിടെ തന്നെയാണ് ആ കല്ല് മാറി വീണെങ്കിൽ അടിച്ചടിച്ച് താഴെ പോയ. ദൈവം കാത്തു. ഈ അപകടത്തിന്റെ പിന്നെ നമ്മുടെ മേലോഫീസർ പറഞ്ഞല്ലോ, ഒരു ലേഡി മേലോഫീസർ, ആ ലേഡി ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങള് സംസാരിക്കുന്നില്ല. അവര് വിചാരിച്ചു എളുപ്പം ആൾക്കാർക്ക് ഇത് സംഭവിച്ചപ്പോ വണ്ടി കൊക്കയില് മറിഞ്ഞ് ഇടയ്ക്ക് ഒറ്റ മറിച്ചിട്ട് മതി താഴോട്ട് പോവാൻ. അന്നേരം അത് എന്തോ ചേട്ടാ, എന്താ സംസാരിക്കാത്ത, എന്തോ അത് ആർക്കെല്ലാം നോക്കി കഴിഞ്ഞപ്പോ പിന്നെ മനസ്സിലായി. സംസാരിക്കാനായിട്ട് അവര് സൂചി കൊണ്ട് വരെ കുത്തി. അന്നേരം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവർക്കൊരു സന്തോഷവും. ഉടനെ ഞങ്ങളുടെ കമ്പനിയുടെ വണ്ടികളെല്ലാം അവിടെ വന്നു. ഉടനെ ഏഷ്യാനെറ്റ് കയറി. അവിടെ വെച്ച് സംഭവിക്കാനുള്ളത് മരിച്ചെന്നും പറഞ്ഞ് ഞങ്ങളുടെ സാറ് വരിക, ഓഫീസർ ഞങ്ങളുടെ ബോഡി കൊണ്ടുപോകാൻ. 6-7 പേരല്ല അവിടെ. മരിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് വന്നവരെല്ലാം സന്തോഷിച്ച് ഞങ്ങളെ കണ്ടോണ്ട് കെട്ടിപ്പിടിച്ച് അന്ന് വാഴ്ത്തി. അതാണ് ഭയങ്കര ലേയിൽ വെച്ചുണ്ടായ രണ്ടാം ജന്മം. പിന്നെ